ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഞാനും സ്വർണ്ണക്കരണ്ടിയായിട്ടാണ് ജനിച്ചിരുന്നെങ്കിലേ പലർക്കും പല സഹായങ്ങളും ചെയ്തു കൊടുത്തേനെ. അതിദരിദ്രനായ മാധവൻ നായരുടെ മകനായിട്ട് ജനിച്ചു പോയത് എന്റെ കുറ്റമല്ലല്ലോ. അത് ശരിയാ ചന്ദ്രു. ആ കാര്യത്തില് എനിക്കിപ്പോ കുറ്റബോധം തോന്നുന്നു. ജോലിക്ക് പോണെന്ന് ചിന്ത വന്നത് ഈ ഇടയ്ക്കാ. രാഷ്ട്രീയം കളിച്ച് നടക്കായിരുന്നു. ഇതിനേക്കാൾ തമാശ എന്റെ ചേട്ടന്റെ കാര്യം. പുള്ളിക്കാരന്റെ കല്യാണം കഴിഞ്ഞിട്ട് 10 കൊല്ലത്തോളായി. ദൈവം സഹായിച്ച് ആൾ ഇന്നേ വരെ ഒരു ജോലിക്കും പോയിട്ടില്ല. വിയർപ്പിന്റെ അസുഖം ഏട്ടന്. വിനുവേട്ടൻ പഠിക്കാത്തതുകൊണ്ടും സംസാരിക്കാൻ പറ്റാത്തതുകൊണ്ടും വിനുവേട്ടനെ ആരും ജോലിക്ക് വിളിക്കില്ല എന്ന് ആരാ പറഞ്ഞേ? അങ്ങനൊന്നുമില്ല. ആ ജഗന എത്തിയോ? ആ ഞാൻ അങ്ങോട്ട് വരാം. ഞാനിവിടെ അടുത്ത് തന്നെ ഉണ്ട്. ആ ശരി. വിനോട്ടാ വണ്ടിക്കർ. ഹലോ വിഷ്ണു. ആ ജഗ. ഇതാണ് ഞാൻ പറഞ്ഞ ആള്. ആള് സംസാരിക്കില്ല, പക്ഷെ സത്യസന്ധനാണ്, വിശ്വസിക്കാം. ഹലോ. യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ വേക്കൻസി ഒന്നുമില്ല. ആവശ്യത്തിന് ഇവിടെ സ്റ്റാഫുകളൊക്കെ ഉണ്ട്. ജഗൻ ഒരു ആവശ്യം പറഞ്ഞാൽ അത് തള്ളിക്കളയാനൊന്നും പറ്റില്ലല്ലോ. ഇന്ന് ഏത് ദിവസം? വെള്ളിയല്ലേ? അപ്പൊ പിന്നെ രാഹുലം കഴിഞ്ഞിട്ട് കയറിയോ? താങ്ക് യു. ആ അല്ല, ശമ്പളം മന്തിലാണോ അതോ ആഴ്ച തോറും കൊടുക്കും? 2 രീതിയിലും കൊടുക്കാം. ആഴ്ച തോറുമായ വലിയ ഉപകാരമായിരിക്കും. ആയിക്കോട്ടെ, ഞാൻ മാനേജറോട് പറഞ്ഞേക്കാം. ആ വിഷ്ണു, എനിക്കൊരു പേഴ്സണൽ കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടൊന്ന് മാറി നിന്നാലോ? അതിനെന്താ? ഇവിടെ തന്നെ നിൽക്കേ, ഞാൻ ഇപ്പൊ വരാം. വേണോ അത്? പറയൂ. ഞാനൊരു ബിസിനസ് തുടങ്ങാന്ന് വിചാരിക്കുന്നു. 2-3 ഓപ്ഷൻസ് ഉണ്ട് മനസ്സിൽ. അതില് ഏറ്റവും കുറച്ച് മുതൽ മുടക്കുള്ള ബിസിനസ് തുടങ്ങാന്നാണ് വിചാരിക്കുന്നത്. ജഗനെ പോലുള്ള ഒരാള് ഇങ്ങനെ ഒരു ബിസിനസ്? ഏത് ജോലിക്കും അതിൻ്റെതായ ഒരു മാന്യതയും അന്തസ്സും ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാ ഞാൻ. രാഷ്ട്രീയം തികച്ചും പൊതുസേവനമാണ്. അതിനെ ഒരു തൊഴിലായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നല്ല കാര്യം. ഇന്നത്തെ തലമുറ ജഗന്റെ ഈ തീരുമാനം മാതൃകയാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ജഗൻ ധൈര്യമായിട്ട് ഇറങ്ങിയോ. ക്യാഷ് ഞാൻ തന്നെ സഹായിക്കാം. താങ്ക് യു വിഷ്ണു. ശരി. ജഗ, ഞങ്ങളുടെ വ്യാപാര വ്യവസായ സമിതിയുടെ ഒരു മീറ്റിംഗ് ഉണ്ട്. ഞാനതിന്റെ ജില്ലാ ട്രഷററാണ്. ഓക്കെ, ജഗൻ കാണണമെന്ന് പറഞ്ഞുകൊണ്ടാ ഞാനിവിടെ വെയിറ്റ് ചെയ്തത്. അപ്പൊ ശരി, നടക്കട്ടെ. ശരി. ഓക്കെ. വിനോട്ടാ, ഞാൻ വണ്ടി എടുക്കാം. എന്താ വിനോട്ടത്? നമ്മൾ തമ്മിൽ എന്തൊക്കെ ആവശ്യമുണ്ടോ? കേറ്. മാധവേട്ടനെ ആരെയാ വിളിക്കുന്നേ? ആ ഇൻഷുറൻസ് പോളിസിക്കാരൻ വിളിച്ചിരുന്നു. ആ സമയത്ത് ഞാനത് കണ്ടില്ല. തിരിച്ചു വിളിച്ചിട്ട് ഇപ്പൊ അയാളെ കിട്ടുന്നുമില്ല. എന്തായി മോനെ? കൊടുക്ക്.
ജഗ ജോലി ശരിയായോ? എവിടെ ശരിയാവാനാ? ഒന്നും ശരിയാവാൻ പോണില്ല. ആ, ജോലി കിട്ടിയോ? വിനുവേട്ടാ കൺഗ്രാറ്റുലേഷൻസ്. അവൻ പറഞ്ഞത് കേട്ടില്ലേ മോനെ? നീ വിനുവിന് ദൈവത്തിന് തുല്യാണെന്ന്. സത്യ, ഞങ്ങൾക്ക് ദൈവം തന്നെയാ. ആരോരും ഇല്ലാത്തവെന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ നിർത്തി എല്ലാവരും വിനുവേട്ടനെ ആക്ഷേപിക്കുമ്പോ എന്റെ ചങ്ക് പിടയുമായിരുന്നു. മരണത്തിന്ന് എന്നെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു കൊണ്ടുവന്ന ആളാ വിനുവേട്ടൻ. ആ വിനുവേട്ടൻ ജീവിതത്തിൽ തളർന്നു പോവാതിരിക്കാൻ ഒരു ജോലി വാങ്ങിക്കൊടുത്ത ആളെ ദൈവമെന്നല്ലാതെ പിന്നെ എന്ത് വിളിക്കാനാ? ശരിയാ മോളെ. അനിയനെ പോലെ ചേർത്ത് നിർത്തേണ്ടവർ താലി കെട്ടിയ ഭാര്യയുടെ മുന്നിൽ വെച്ച് അപഹസിക്കുമ്പോ ജഗൻ മാത്ര സ്വന്തം സഹോദരനെ പോലെ എന്റെ മോനെ ചേർത്ത് പിടിച്ചത്. ദേ ഇപ്പൊ അവന് ജീവിക്കാൻ സ്ഥിര വരുമാനമുള്ള ഒരു ജോലിയും വാങ്ങിക്കൊടുത്തിരിക്കുന്നു. തന്തയ്ക്ക് പേരും പെരുമയും പണമൊക്കെ ഉണ്ടെങ്കിലേ മക്കൾക്ക് ഇതുപോലെ തരികിട കാണിച്ചേ ആളുകളുടെ മുമ്പിൽ ഷൈൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ രാഷ്ട്രീയക്കാരുടെ തറവേലകളല്ലേ? പ്രകാശേട്ടനായിട്ട് ഒരു നല്ല കാര്യം ചെയ്യില്ല എങ്കിൽ പിന്നെ നല്ല കാര്യം ചെയ്യുന്നവരെ അപമാനിക്കാതെങ്കിലും ഇരുന്നൂടെ? എടീ, ഞാനും സ്വർണ്ണക്കരണ്ടിയായിട്ടാണ് ജനിച്ചിരുന്നെങ്കിലേ പലർക്കും പല സഹായങ്ങളും ചെയ്തു കൊടുത്തേനെ. അതിദരിദ്രനായ മാധവൻ നായരുടെ മകനായിട്ട് ജനിച്ചു പോയത് എന്റെ കുറ്റമല്ലല്ലോ. അത് ശരിയാ ചന്ദ്രു. ആ കാര്യത്തില് എനിക്കിപ്പോ കുറ്റബോധം തോന്നുന്നു. ഇനി ഇവൻ കൊണ്ടുവന്ന ലഡ്ഡു ഞാൻ കഴിച്ചില്ല എന്ന് വേണ്ട. ഒരു കാശിന് കൊള്ളില്ല. ലഡ്ഡു ആണത്ര ലഡ്ഡു. മാനത്തെ കൊട്ടാരം